യാത്ര ചെയ്യാൻ പോകുന്നത്. നമുക്ക് കാണാം ഓൾറെഡി നമ്മുടെ ട്രെയിൻ പ്ലാറ്റ്ഫോമിൽ വന്ന് കിടപ്പുണ്ട്. ഇപ്പൊ തന്നെ വണ്ടിയുടെ കോലം അത്യാവശ്യം മോശമായി തുടങ്ങിയിരിക്കുന്നു. ഇനി അകത്തൊക്കെ എന്താണ് അവസ്ഥയെന്ന് നമുക്കൊന്ന് പോയി നോക്കാം. നേരത്തെ വന്നതുകൊണ്ട് ഇപ്പം അകത്തേക്ക് എൻട്രി ഉണ്ടോ എന്ന് അറിയില്ല. കാരണം ഇപ്പം 4 മണി ആയിട്ടുള്ളൂ. 5:30ക്കാണ് ട്രെയിൻ ഇവിടെ നിന്ന് എടുക്കുന്നത്. നമുക്ക് എന്തായാലും പോയി നോക്കാം. പുതിയ അമൃത് ഭാരതാണ്. ഇതിന്റെ കോലം കണ്ടോ? ഇപ്പോഴേ അഴുക്ക് പിടിച്ച്. ഇതിന് 8 സ്ലീപ്പറാണ് വരുന്നത്. ഡിജിറ്റലി ഉള്ള സംഭവമൊക്കെ ഉണ്ട്. വന്ദേ ഭാരതിന്റെ ഡോർ ഓപ്പൺ ആയി. ഇതാണ് നമ്മുടെ വന്ദേ ഭാരതിന്റെ ഇപ്പോഴത്തെ കോലം. വൃത്തിയാക്കിയിട്ടില്ല കേട്ടോ. നമുക്ക് വാഷ്റൂം ഒന്ന് നോക്കാം. ഇതാണ് വാഷ്റൂം. വണ്ടി ഒന്നും കൊണ്ടുവന്നിട്ട് വൃത്തിയാക്കിയിട്ടില്ലേ? കൊള്ളാം കേട്ടോ. സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഇല്ല. പക്ഷെ വണ്ടിയുടെ കോലം കണ്ടു. പുതിയ വണ്ടിയാ. എന്താ അഴുക്ക് പിടിച്ച് കിടക്കുക. പുത്തൻ വന്ദേ ഭാരതം. വന്ദേ ഭാരതല്ലോ, പുത്തൻ അമൃത് ഭാരത്. അതിന്റെ കോലം നിങ്ങൾ കാണുന്നു. നമുക്ക് ഇത് വൃത്തിയാക്കിയില്ലയോ എന്നാണ് എൻ്റെ ഡൗട്ട്. പിന്നെ ഇന്നത്തെ വ്ളോഗിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും. കാരണം എൻ്റെ ഹെൽത്ത് തീരെ ഓക്കില്ല. പക്ഷെ പറ്റുന്ന രീതിയിൽ പരമാവധി ഞാൻ വീഡിയോ എടുക്കും. എനിക്ക് നല്ല രീതിയിൽ ലൂസ് മോഷനും വോമിറ്റിംഗ് ഉണ്ട്. ഫുഡ് കഴിച്ചെന്തോ പിടിക്കാഞ്ഞതാണ്. അപ്പം എന്തായാലും ഞാൻ സീറ്റിലിരുന്ന് ഒന്ന് വണ്ടി എടുക്കുന്നതിന് മുമ്പായിട്ട് ചെറുതായിട്ടൊന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. സീറ്റും കുഴപ്പമില്ല. പക്ഷെ ഇത് കണ്ടോ, കളർ കണ്ടോ? ഈ കളർ തീരെ കൊള്ളൂല കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെടില്ല. ഇത് കണ്ടോ, ബോട്ടൽ ഹോൾഡറാണേ. ഇത് കൊള്ളാം, നന്നായിട്ടുണ്ട്. ഇവിടെ ഫോൺ ഹോൾഡർ ഉണ്ട്. ഇത് ഇങ്ങനത്തെ സോക്കറ്റാണോ? നമുക്ക് അല്ലാണ്ട് ചാർജ് ചെയ്യാനായിട്ടുള്ള സോക്കറ്റ്സ് ഉണ്ട്. മീൻസ് 3 പിൻ അല്ലാതെ. ഇത് 2 പിൻ സോക്കറ്റാണ്. അപ്പം നമ്മുടെ മറ്റേ USB പോർട്ട് ഇവിടെ വെച്ച് ചാർജ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു കണ്ണാടി കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഫോൺ ഹോൾഡേഴ്സ് ഉണ്ട്. ഇവിടെയും ഫോൺ ഹോൾഡർ ഉണ്ട്. ഇവിടെയും ചാർജ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. കൊള്ളാം. പിന്നെന്താ, എനിക്ക് സൈഡ് ലോവറാണ് കിട്ടിയത്. സൈഡ് ലോവറിലും ആദ്യം ഇവിടെ ഫോൺ ഹോൾഡർ ഉണ്ട് കേട്ടോ. ഫോൺ ഹോൾഡർ ഉണ്ട്. പക്ഷെ ഇത്രയും ദൂരം എങ്ങനെ ഫോൺ ഹോൾഡ് ചെയ്യുമെന്ന് എനിക്ക് മനസ്സിലാവണില്ല. പക്ഷെ താഴെ ബോട്ടിൽ ഹോൾഡർ ഇല്ല താഴെ. അത് മേലെയാണ് രണ്ടെണ്ണം ഇവിടെയും കൊടുത്തേക്കുന്നത്. പിന്നെ ഇത് നോർമലി പണ്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ AC-യിലായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. ഇതും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഫുഡ് കഴിക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും വർക്കൊക്കെ ചെയ്യാനായിട്ടുള്ള സാധനങ്ങൾ. എനിക്ക് സത്യമായിട്ടും ഇന്ന് രാവിലെ മുതൽ എനിക്ക് തീരെ വയ്യായിരുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് കിടക്കാൻ പോവാണ്. കണ്ട തുപ്പിയൊക്കെ നശിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ട്രെയിൻ കൊള്ളാം. ട്രെയിൻ പക്ഷെ നശിപ്പിച്ചിട്ടു. പുത്തൻ ട്രെയിനാണ്. ട്രെയിനിൻ്റെ കോലം കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഈ കളർ കോമ്പിനേഷൻ എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. എന്നറിയില്ല. അതേപോലെ തന്നെ മേളിൽ കയറാൻ വേണ്ടിയിട്ട് ഇവിടെയും കൂടെ ഒരു പിടിച്ച് കയറാൻ വേണ്ടിയിട്ട് ഒരു കമ്പി കൊടുത്തിട്ടുണ്ട്. പിന്നെ മെയിൻ ക്യാമറ, അത് ഞാൻ പറയാൻ വിട്ടുപോയി. ഇത് നമുക്ക് കോച്ചിൽ ഇവിടെ ഒരു ക്യാമറ ഉണ്ട്. അപ്പുറത്ത് ആ സൈഡിലും ഒരു ക്യാമറ ഉണ്ട്. പുറകിലും ക്യാമറ ഉണ്ട്, ഇവിടെയും ക്യാമറ ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ 2 ക്യാമറ ഉണ്ട്. പിന്നെ ഇത് നോക്കിയേ, എന്ത് അടിപൊളിയാണെന്ന് നോക്കിയേ അല്ലേ. എല്ലാം നല്ല പക്കയായിട്ട് പ്ലാൻ ചെയ്താണ് ഈ ഒരു ട്രെയിൻ ആക്ച്വലി ബിൽഡ് ചെയ്തേക്കുന്നത്. ഭയങ്കര കംഫേർട്ട്, എല്ലാ നെഗറ്റീവ്സും നോക്കി കണ്ടൊക്കെയാണ് ഈ ഒരു ട്രെയിൻ ബിൽഡ് ചെയ്തതെങ്കിലും നമ്മൾ മനുഷ്യന്മാരിത് മര്യാദയ്ക്ക് നോക്കിയില്ലെങ്കിൽ എത്ര നല്ല ട്രെയിനാണെങ്കിലും അത് നശിക്കും. അത് തന്നെയാണ് ഇപ്പോൾ ഈ നടന്നിരിക്കുന്ന ഇവിടുത്തെ അവസ്ഥ. പിന്നെ ഇവിടെ മറ്റേ പ്ലഗ് ഇല്ല കേട്ടോ. മറ്റേ 3 പിൻ്റെ പ്ലഗ് ഇല്ല. ഈ ഒരു സംഭവം മാത്രമേ ഉള്ളൂ. ഇതിന് പകരം മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം 5:30 ആകുമ്പോഴത്തേക്കും ട്രെയിൻ ഇവിടെ നിന്ന് എടുക്കും. നമുക്കിനി അപ്പോഴത്തേക്കുള്ള കാഴ്ചകൾ കാണാം. എന്ത് വൃത്തിയെന്ന് നോക്കിയാൽ മേളിലൊക്കെ ആരും തുടക്കണ്ടെന്ന് തോന്നുന്നു. നല്ല വൃത്തിയുണ്ട്. താഴേക്ക് അതുപോലെ നശിപ്പിച്ചിട്ടേക്കാം. അതേ ട്രെയിൻ സീറ്റൊക്കെ ഭയങ്കരമായിട്ട് നശിപ്പിച്ചിട്ടേക്കാം. ഈവൻ ബാത്റൂമിൻ്റെ താഴെ കൊടുത്തേക്കുന്ന മാറ്റ് വരെ നല്ല പ്രീമിയം മാറ്റാണ്. പക്ഷേ നമ്മൾ മനുഷ്യന്മാരത് വൃത്തിയായിട്ട് സൂക്ഷിക്കാത്ത പക്ഷം അത് നശിക്കും. അങ്ങനെ നമ്മുടെ കോഴ്സിലെ കാര്യം 5:30 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ട്രെയിൻ എടുക്കേണ്ട സമയമായിട്ടുണ്ട്. ഇവർ എടുത്തിട്ടില്ല. അപ്പോൾ എടുത്തായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ട്രെയിൻ ഏകദേശം ഫുള്ളി പാക്ഡ് ആട്ടോ. നമ്മുടെ സീറ്റിൽ എല്ലാവർക്കും ആളായിട്ടുണ്ട്. ഫുള്ളി പാക്ഡ് ആണ്.
2-3 സീറ്റ്സ് മാത്രമേ ഉള്ളൂ എന്താ ആളില്ലാത്തത്. ബാക്കി ഏകദേശം ഈ ഒരു കോച്ച് എന്തായാലും ഫുള്ളി പാക്ഡാണ്. ഇപ്പം എന്തുകൊണ്ട് വണ്ടി എടുക്കുന്നില്ല എന്നറിയില്ല. 5:30 കഴിഞ്ഞു, നോക്കാം. സമയം 5:36. ചെറുതായിട്ട് നമ്മുടെ ട്രെയിൻ ഒന്ന് അനങ്ങി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ട്രെയിൻ താമ്പരം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 5:36 എടുത്തത്. ഒരു 6 മിനിറ്റ് ലേറ്റോടു കൂടിയാണ് ട്രെയിൻ ഇപ്പോൾ എടുത്തേക്കുന്നത്. ഈ ഒരു ഭാഗം കണ്ടു, എന്ത് വൃത്തികേടായിട്ടാണ് ഇട്ടേക്കുന്നത് നോക്കി. ഇതൊക്കെ ക്ലീൻ ചെയ്തെടുത്തുകൂടെ? പിന്നെ ഇത് ഇങ്ങനെ ആക്കുന്നവരാൻ പറയണം. വേസ്റ്റ് ബാസ്ക്കറ്റിൽ കൊണ്ട് സാധനം ഇടുന്നതിന് വരെ ഇങ്ങോട്ട് വലിച്ചെറിയുന്നത് നല്ലൊരു ശീലമല്ലല്ലോ. വണ്ടി എടുത്തു, വീണ്ടും സ്റ്റോപ്പ് ചെയ്തു. എന്താണോ എന്തോ. 5:43 ഈ വണ്ടി എടുക്കുന്നത് നിൽക്കുന്നോ അറിയുന്നില്ല. അപ്പം വീണ്ടും എടുത്തിട്ടുണ്ട്. ഇനിയൊന്ന് പിടിച്ചിടുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട് താമ്പരത്തുനിന്ന്. നമുക്കിനി ട്രിവാൻഡ്രത്തേക്ക് പോവാം. എങ്ങനെയും ഒന്ന് പെട്ടെന്ന് വീട്ടിലെത്തിയാൽ മതിയായിരുന്നു. അപ്പം നമ്മുടെ വണ്ടി എന്തായാലും എടുത്തു. നമ്മുടെ ഈ അമൃത് ഭാരതിന് സ്റ്റോപ്സ് വരുന്നത് 16 സ്റ്റോപ്സ് ആണ്, ഇൻക്ലൂഡിങ് ട്രിവാൻഡ്രം സെൻട്രൽ. അപ്പോൾ സ്റ്റോപ്സ് ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. ചെങ്കൽപ്പേട്ട് ജംഗ്ഷൻ ഉണ്ട്, വില്ലുപുരം ജംഗ്ഷൻ ഉണ്ട്, വൃതിച്ചലം ജംഗ്ഷൻ ഉണ്ട്, അരിയല്ലൂർ, ശ്രീരംഗം, തിരുച്ചിറപ്പള്ളി ജംഗ്ഷൻ, ദിണ്ടുക്കൽ ജംഗ്ഷൻ, മധുരൈ ജംഗ്ഷൻ, വിരുദുനഗർ ജംഗ്ഷൻ, സത്തൂർ, കോവിൽപ്പട്ടി, തിരുനെൽവേലി ജംഗ്ഷൻ, വാലിയൂർ ജംഗ്ഷൻ, ചേത് ജംഗ്ഷൻ കേട്ടോ, നാഗർകോവിൽ ടൗൺ, പുളിത്തുറൈ, ട്രിവാൻഡ്രം സെൻട്രൽ. അതേപോലെ നമ്മുടെ ഈ ട്രെയിനിൻ്റെ ടിക്കറ്റ് ഫെയർ വരുന്നത് താമ്പരം ടു ട്രിവാൻഡ്രം സെൻട്രൽ ഒരാൾക്ക് 509 ആണ് സ്ലീപ്പർ ടിക്കറ്റ് ചാർജ് വരുന്നത്. ഇതിന് സ്ലീപ്പർ മാത്രമേ ഉള്ളൂ. 8 സ്ലീപ്പറും ബാക്കി ജനറൽ കോച്ചസ് ആണ് വരുന്നത്. 11ഓളം ജനറൽ കോച്ചസ് വരുന്നുണ്ട്. അങ്ങനെ 13 മിനിറ്റ് ലേറ്റോടുകൂടി നമ്മുടെ ഈ ട്രെയിൻ ചെങ്കൽപ്പേട്ട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ചെങ്കൽപ്പേട്ട് നമ്മുടെ ഈ അമൃത് ഭാരതിൻ്റെ ഫസ്റ്റ് സ്റ്റോപ്പ്, താമ്പരം വിട്ട് കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റോപ്പും കൂടെയാണ് ചെങ്കൽപ്പേട്ട് റെയിൽവേ സ്റ്റേഷൻ. ഇതാണ് ചെങ്കൽപ്പേട്ട്. അപ്പുറം നല്ല കിടിലം വ്യൂ ഉണ്ട്. ഒരു പുഴയാണോ കുളമാണോ എന്താണെന്നറിയില്ല, അതിൻ്റെ ഒരു വ്യൂ ഉണ്ട്. നല്ല രസമുണ്ട്. അപ്പുറത്തെ സൈഡിലാണ് നമ്മുടെ പ്ലാറ്റ്ഫോം വരുന്നത്. എന്താണെന്നറിയില്ല, ഇപ്രാവശ്യത്തെ എല്ലാ ട്രിപ്പിലും ഞാൻ ഇരിക്കുന്ന അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് കൂടുതലും പ്ലാറ്റ്ഫോം വന്നേക്കുന്നത്. 2 മിനിറ്റ് സ്റ്റോപ്പാണ് നമുക്ക് ഈ ഒരു സ്റ്റേഷനിലുള്ളത്. 2 മിനിറ്റത്തെ ഹോൾട്ടാണ് നമ്മുടെ ഈ ട്രെയിന് ചെങ്കൽപ്പേട്ട് ജംഗ്ഷനിൽ ഉള്ളത്. അങ്ങനെ കറക്റ്റ് 2 മിനിറ്റിന് ഹോൾട്ടിന് ശേഷം നമ്മുടെ ട്രെയിൻ ചെങ്കൽപ്പേട്ട് ജംഗ്ഷനിൽ അടുത്തേക്കാണ്. ഇനി ഇതിൻ്റെ അടുത്ത സ്റ്റോപ്പ് വരുന്നത് വില്ലുപുരം ജംഗ്ഷനാണ്. വില്ലുപുരം ജംഗ്ഷൻ എത്താനായിട്ട് ഏകദേശം 7:30 ആവും. ഇപ്പോൾ സമയം 6:15 ട്രെയിൻ ലേറ്റ് ആയതുകൊണ്ട് എങ്ങനെയാണെന്നറിയില്ല, 7:25 വില്ലുപുരം ജംഗ്ഷൻ കാണിക്കുന്നത്. അതിനുശേഷം വൃദ്ധച്ചലം ജംഗ്ഷൻ, അത് 8 മണിയൊക്കെ ആവും. താമ്പരം ടു ട്രിവാൻഡ്രം സെൻട്രൽ നമ്മുടെ ഈ ട്രെയിൻ ടോട്ടൽ 768 കിലോമീറ്റർ ട്രാവൽ ചെയ്യുന്നുണ്ട്, കവർ ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഒരാൾക്ക് ട്രെയിൻ ടിക്കറ്റ് വരുന്നത് 509 റുപ്പീസാണ് സ്ലീപ്പർ ടിക്കറ്റ് ചാർജ് ഒരാൾക്ക് ട്രെയിൻ ടിക്കറ്റ് വരുന്നത്. ഈ 509 എന്ന് പറയുന്നത് താമ്പരം ടു ട്രിവാൻഡ്രം സെൻട്രൽ വരെയുള്ള ടിക്കറ്റ് റേറ്റ് ആണ്. അങ്ങനെ ഇപ്പോൾ സമയം 7:30 ആയി. നമ്മളിതേ വില്ലുപുരം ജംഗ്ഷനിൽ എത്തിയേക്കാണ്. ആസ് യൂഷ്വൽ നമ്മുടെ സൈഡിലല്ല പ്ലാറ്റ്ഫോം. 17 മിനിറ്റ് 13 മിനിറ്റോടെ ഇതിൽ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം 4 മിനിറ്റ് ഡിലേ മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരു 5 മിനിറ്റ് ഹോൾട്ട് ഉണ്ട് കേട്ടോ. ഇപ്പം 8:21 നമ്മൾ 12 മിനിറ്റ് ലേറ്റോട് കൂടി വൃതിച്ചലം ജംഗ്ഷൻ, വൃതിച്ചലല്ല പ്രൊണൗൺസിയേഷൻ കറക്റ്റ് അല്ലേ, വൃതിച്ചലം ജംഗ്ഷനിൽ നമ്മൾ എത്തിയേക്കാണ്. 12 മിനിറ്റ് ലേറ്റേ ഉള്ളൂ. ഫുഡൊന്നും കഴിച്ചിട്ടില്ല. ഇന്ന് രാവിലെ മുതൽ ഞാൻ ആകെ കഴിച്ചത് കരിക്കും, പിന്നെ ഒരു കരിക്ക് കഴിച്ചു, ഒരു ORS കുടിച്ചു, ബിസ്ക്കറ്റ് കഴിച്ചു. അപ്പം എന്തെങ്കിലും ഒന്ന് കഴിക്കണം എന്നുണ്ട്. പക്ഷെ എനിക്ക് ഫുഡിൻ്റെ സ്മെല്ലടിച്ചിട്ട് ഛർദ്ദിക്കാൻ വരുന്നത്. എന്നാൽ എനിക്ക് വിശക്കുന്നുണ്ട്. നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു.
തിരുച്ചിറപ്പള്ളിയിലെ ഫുഡ് കിട്ടുള്ളൂ. 10:40 തിരുച്ചിറപ്പള്ളി എത്താനായിട്ട്. അപ്പം ആ ടൈമിലെ ഫുഡ് കിട്ടുള്ളൂ. എന്തെങ്കിലും കഴിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഭയങ്കര വീക്ക് ആവാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ഇവിടെ 2 മിനിറ്റ് ഹോൾട്ടാണ്. ഈ ഒരു ജംഗ്ഷനിൽ 2 മിനിറ്റ് ഹോൾട്ടാണ് വരുന്നത്. തിരുച്ചിറപ്പള്ളിയിൽ നമുക്ക് 5 മിനിറ്റ് ഹോൾട്ട് വരുന്നുണ്ട്. ഭയങ്കര സ്ലോ ആയിട്ടാണ് എടുക്കുന്നത്, ഭയങ്കര സ്ലോ ആയിട്ട്. ഫോണും അങ്ങനെ ഞാൻ കേൾക്കുന്നില്ല, ഭയങ്കര സ്ലോ ആയിട്ട് എടുക്കുന്നത്. നമ്മുടെ ഇത് ക്ലീൻ ചെയ്യുന്നുണ്ട്. ആൾക്കാരും എത്രത്തോളം കെയർലെസ് ആയിട്ടാണ് എനിക്കറിയാൻ നോക്കണ്ട. ഇവരൊക്കെ വീട്ടിൽ ഇങ്ങനെയാണോ? എന്തായാലും ക്ലീനിങ് നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ 41 മിനിറ്റ് ലേറ്റോട് കൂടി അരിയല്ലൂർ റെയിൽവേ സ്റ്റേഷൻ എത്തിയേക്കാണ് ഗൈസ്. ഞാനാണെങ്കിൽ തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്ത് എപ്പോൾ എത്തുമെന്തോ. ഞാൻ പിസയാണ് ഓർഡർ ചെയ്തത് ഗൈസ്. ഇവിടെയാണ് എല്ലാവരും കടക്കാൻ തുടങ്ങി. ഇനിയിപ്പോൾ ഫോണിലെ വെട്ടം എത്തിച്ചിട്ട് വേണം ഫുഡ് കഴിക്കും. പിന്നെ അപ്പുറത്തെ സൈഡിലാണ് ഇതിൻ്റെ സ്റ്റോപ്പ് വരുന്ന, അപ്പുറത്തെ സൈഡിലാണ്. പിന്നെ ഈ ട്രെയിനിനെ പറ്റി പറയാനാണെങ്കിലുണ്ടല്ലോ, ഇതിനകത്തെ ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം നല്ല വൃത്തിക്ക് നടക്കുന്നുണ്ട്. അതേപോലെ വാഷ്റൂമിൽ ഹാൻഡ് വാഷ് ഉണ്ട്. പിന്നെന്താ, വന്ന് ഫീഡ്ബാക്ക് ഒക്കെ എടുത്തിട്ട് പോയി. അതേപോലെ ഇടയ്ക്കിടയ്ക്ക് വന്ന് മീൻസ് നമ്മൾ ഇതിനകത്ത് കുറച്ച് പ്രായ ആൾക്കാർ കൂടുതലുണ്ട്. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് വരുന്ന കുറച്ച് വിട്ടുവീഴ്ചകളും കുറച്ച് ഒരു എന്താ പറയുക നോക്കാത്തതിൻ്റെ പ്രശ്നങ്ങളേ ഉള്ളൂ. ബാക്കി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഈ ഒരു ട്രെയിൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ ഈ ട്രെയിൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ 1 മിനിറ്റിന് ഹോൾട്ടിന് ശേഷം നമ്മുടെ വണ്ടിനെ ഇവിടുന്ന് എടുത്ത് കേട്ടോ. ഇത് കാണാൻ പറ്റുന്നുണ്ടോ എനിക്കറിയില്ല, അവിടെ കാണാൻ പറ്റുന്നില്ല. വണ്ടി എടുത്തു. അങ്ങനെ നമ്മൾ ശ്രീരംഗം എത്തിയേക്കാണ്. ഇപ്പോഴും 41 മിനിറ്റ് ലേറ്റോടു കൂടിയാണ് നമ്മുടെ ഈ ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ. കാണാൻ പറ്റുന്നോന്ന് എനിക്കറിയില്ല, നല്ല രസമുണ്ട്. അങ്ങനെ ലേറ്റ് ആയിരുന്നു നമ്മൾ, 41 മിനിറ്റ് ലേറ്റ് ആയിരുന്നു നമ്മൾ. ഏർലി ആയിട്ട് മീൻസ് ബിഫോർ ടൈമിൽ നമ്മൾ തിരുച്ചിറപ്പള്ളി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയേക്കാണേ. നമ്മുടെ ഫുഡ് ഇവിടെ വരും. വയ്യാത്തതുകൊണ്ട് ഞാൻ എന്തായാലും കഥവിന് അങ്ങോട്ട് പോകുന്നില്ല, കാരണം ടൈമുണ്ട്, നേരത്തെ ആണല്ലോ. ഇപ്പം ലേറ്റ് ടൈം ഇല്ലാത്ത പക്ഷമാണ് ഞാൻ കഥവിനോടെ പോയി വാങ്ങാറുണ്ട്. ഇപ്പം ടൈം ഉള്ളതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ ഇരിക്കാനായിട്ട് പോവാം. നമുക്ക് സീറ്റിൽ കൊണ്ട് ഫുഡ് തരും എന്നാണ് പറയുന്നത്. അപ്പം നോക്കാം. എനിക്കവിടെ വരെ പോകാനുള്ളൊരു പ്രാണിയില്ല, അത് ഞാൻ ഈ സീറ്റിൽ തന്നെ ഇരുന്ന് വീഡിയോ എടുക്കുന്നത്. പിന്നെ വേറൊരു കാര്യം, എൻ്റെ ആ ഒരു ഡിസ്പ്ലേ ഇല്ലേ, കണ്ടോ ആ ഡിസ്പ്ലേ ഇത് കാണിക്കുന്നുണ്ടോ? അത് തെറ്റാണ്. ഡിസ്പ്ലേ ഒക്കെ അടിപൊളിയാണെങ്കിൽ ഡിസ്പ്ലേ ഒക്കെ വേണം. ആ പരിപാടിയൊക്കെ അടിപൊളിയാണ്, ഡിസ്പ്ലേയുടെ പരിപാടിയൊക്കെ അടിപൊളിയാണ്. പക്ഷേ ഇപ്പോൾ ശ്രീരംഗമാണ് കാണിക്കുന്നത്. നമ്മൾ തിരുച്ചിറപ്പള്ളി എത്തി. ഡിസ്പ്ലേയിൽ കാണിക്കുന്നത് അറൈവ്ഡ് അറ്റ് ശ്രീരംഗം. ശ്രീരംഗം കഴിഞ്ഞിട്ട് സമയം കുറേയായി. പിന്നെ തിരുച്ചിറപ്പള്ളിയിൽ നോർമലി 5 മിനിറ്റാണ് സ്റ്റോപ്പ് വരുന്നത്. പക്ഷേ നമ്മൾ നേരത്തെ എത്തിയല്ലോ. പിന്നെ ഇവിടെ നിന്ന് വെള്ളവും കാര്യങ്ങളൊക്കെ അടിക്കുന്നുണ്ട്. ഇവിടെ കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇവിടുന്ന് വെള്ളം കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഫുഡ് വന്നെന്ന് തോന്നുന്നു. ഫുഡ് വന്ന് ഞാൻ കൈയൊക്കെ കഴിയിട്ട് വന്നു. എൻ്റെ പിസ്സ എന്താ, ഞാൻ എന്തായാലും ലൈറ്റ് ഇടുന്നില്ല, എല്ലാവരും ഇവിടെ കിടന്ന് ഉറക്കമാണ്. കാരണം 10 മണി 10:30 ആയില്ലേ. അപ്പം ഇവിടെ ഒരു വെട്ടമുണ്ട്, ആ വെട്ടത്തിലാണ് ഞാൻ ഫുഡ് കഴിക്കാൻ പോകുന്നത്. ഇല്ല, ഫോൺ കത്തിച്ച് വെച്ചിട്ട് ഫുഡ് കഴിക്കാനാണ് വിചാരിച്ചത്. ഇന്നാണ് എൻ്റെ പിസ്സ. സ്വീറ്റ് കോൺ പിസ്സയാണ് ഞാൻ ഓർഡർ ചെയ്തത്. ഞാൻ പിന്നെ വയറ് ചെയ്യാത്തതുകൊണ്ട് ഈ ഒരു സൈസ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ, ചില്ലി ഫ്ലെക്സ് യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ ഫുഡ് കഴിച്ച് വീട്ടിട്ട് വരാം. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇപ്പം 10:47 10:45 വണ്ടി എടുക്കേണ്ടതായിരുന്നു. ജസ്റ്റ് ഒന്ന് അനങ്ങിയായിരുന്നു, പിന്നെ അതേപോലെ തന്നെ സ്റ്റോപ്പ് ചെയ്തു. കുറച്ചും കൂടെ ഇവിടെ എന്തായാലും ഞാൻ കിടക്കാനായിട്ട് പോവാണ്. ഇനിയിപ്പോൾ നമുക്ക് നാളെ രാവിലെ കാണാമേ. ഹലോ, ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ കുളിത്തുറ എന്ന് പറയുന്ന സ്റ്റേഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നന്നായിട്ട് കിടന്നുറങ്ങിയിട്ടുണ്ട്. 27 മിനിറ്റ് ലേറ്റാണ്. 27 മിനിറ്റ് ലേറ്റ് ആണെങ്കിലും നമ്മൾ ബിഫോർ ടൈം എറണാകുളമല്ലല്ലോ, ട്രിവാൻഡ്രം എത്താൻ ചാൻസ് ഉണ്ട്. 6:10 കുളിത്തുറ എത്തേണ്ട ടൈം. 6:10 പക്ഷെ 6:50 എത്തിയത്. ഇപ്പം 7:02. ഇനിയിപ്പം 27 കിലോമീറ്ററും കൂടെ നമ്മുടെ ട്രിവാൻഡ്രം സെൻട്രലിലേക്ക്. നമ്മളിപ്പോൾ നെയ്യാറ്റിൻകരയിൽ ഇവിടെ സ്റ്റോപ്പ് ചെയ്തേക്കുവാണ് ഈ ട്രെയിൻ. ഞാനപ്പം പോയി ഒന്ന് പല്ല് തേച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. ലേറ്റ് ആവും. ഇപ്പം പെട്ടെന്ന് ട്രിവാൻഡ്രം എത്തിക്കഴിഞ്ഞാൽ പല്ല് തേക്കാൻ പറ്റില്ല. ആസ് യു ഓൾ നോ, പല്ല് തേപ്പി മുഖ്യം പിടിയില്ലേ.
ഞാൻ പല്ലിച്ചിട്ട് വരാതെ. അങ്ങനെ നെയ്യാറ്റിൻകരയിൽ ഒരു 1/2 മണിക്കൂർ നെയ്യാറ്റിൻകരയും പിടിച്ചിട്ടായിരുന്നു കേട്ടോ. നെയ്യാറ്റിൻകരയിൽ ഇപ്പം നമ്മൾ ട്രെയിൻ എടുത്ത് ഒരു അടുത്ത സ്റ്റോപ്പിന് ട്രിവാൻഡ്രം സെൻട്രലാണ്. ചെറിയ ചെറിയ 2 സ്റ്റോപ്പ് ഉണ്ടാവും. നമ്മുടെ ട്രെയിനിന് ഫോൾട്ട് വരുന്നില്ല. പിന്നെ നമ്മുടെ ഈ കമ്പാർട്ട്മെന്റിലെ ഡിജിറ്റൽ മറ്റേ സംഭവം ഉണ്ടല്ലോ, ഡിജിറ്റൽ ബോർഡിന് മാത്രമേ ഇഷ്യൂ ഉള്ളതെന്ന് അപ്പുറത്തെ കമ്പാർട്ട്മെന്റിലെ ഡിജിറ്റൽ ബോർഡ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അടുത്ത സ്റ്റേഷൻ ട്രിവാൻഡ്രം സെൻട്രൽ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണെന്ന് തോന്നുന്നു നമ്മുടെ ഡിജിറ്റൽ ബോർഡ് നിർത്തി വെച്ചേക്കുക. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ട്രെയിൻ വലുതായിട്ട് അഴുക്കായിട്ടില്ല കേട്ടോ. ബാത്റൂം ആണെങ്കിലും ഒരു സ്മെല്ലോ കാര്യങ്ങളോ വലിയ രീതിയിലൊന്നും ഇല്ല. കാരണം അവർ ഇടയ്ക്കിടയ്ക്ക് വന്ന് വൃത്തിയാക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. വൃത്തികേടായിട്ട് കിടക്കുകയാണെങ്കിൽ നമുക്ക് കോൺടാക്ട് ചെയ്ത് അവരെ കൊണ്ട് ക്ലീൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയുള്ള നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴേക്ക് ആണെങ്കിലും കുറച്ചൊക്കെ മോശമായിട്ടുണ്ടെന്നേ ഉള്ളൂ. എന്നാലും അവർ ക്ലീൻ ചെയ്തൊക്കെ കൊണ്ടുപോകുന്നതുകൊണ്ടാണ് അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെയാണ് ഈ ട്രെയിൻ കിടക്കുന്നത്. ഇത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. കാരണം നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ ഇത്രയും ഡെവലപ്മെൻറ്റ്, ഇത്രയും നല്ല ട്രെയിനൊക്കെ വരുമ്പം ഭയങ്കര ഒരു ഹാപ്പിനെസ് ആണ്. പക്ഷെ അത് നശിപ്പിക്കാനും ആൾക്കാരുണ്ടല്ലോ. അത് നശിപ്പിക്കുന്നത് കാണുമ്പോഴത്തേക്കും നമുക്ക് സങ്കടം ഉണ്ടാകുന്നുണ്ട്. അതേപോലെ ഉറങ്ങിയപ്പോഴാണെങ്കിലും വലിയ കുലുക്കോ കാര്യങ്ങളോ ഒന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇനി കിടന്ന് പോത്തോളം അറിയില്ല. പക്ഷെ അധികം കുലുക്കോ കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല. ഇപ്പം ഇരിക്കുമ്പോഴാണെങ്കിലും ഭയങ്കര വലിയ ഇങ്ങനെ കുലുക്കങ്ങളുണ്ടല്ലോ, അതൊന്നും ഇല്ല. അങ്ങനെ നമ്മൾ ട്രിവാൻഡ്രം സെൻട്രലിൽ എത്തിയേക്കാണ് ഗൈസ്. ഏതോ ഒരു ട്രെയിൻ കിടപ്പുണ്ടല്ലോ, നേത്രാവതിയാണ്. നമ്മൾ അതിന് ചിലപ്പം പോവും, അല്ലെങ്കിൽ വേറെ ട്രെയിനായിരിക്കും പോകുന്നത്. ട്രിവാൻഡ്രം സെൻട്രൽ. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് സ്റ്റോപ്പായ ട്രിവാൻഡ്രം സെൻട്രലിൽ നമ്മൾ കറക്റ്റ് ടൈമിലാണ് എത്തിയത്. ബിഫോർ ടൈം എത്തിയേക്കാണ്. 7:53 ആയിട്ടുണ്ട്. നമുക്ക് ഇവിടെ എത്തേണ്ട ടൈം മീൻസ് കുറച്ച് പിടിച്ചിട്ടത് കൊണ്ടാണ് ലേറ്റ് ആയത്. അല്ലാത്ത പക്ഷെ നമ്മൾ നേരത്തെ എത്തിയേനെ. നമുക്കിവിടെ എത്തേണ്ട ടൈം എന്ന് പറഞ്ഞാൽ 8 മണിയാണ്. അപ്പം ബിഫോർ ടൈം ആയിട്ട് നമുക്ക് കൂട്ടാം. ഇവിടെ ഇറങ്ങിയിട്ട് വേണം എറണാകുളം ടൗണിൽ എങ്ങനെ പോവാം, ഏത് ട്രെയിനാണെന്നൊക്കെ ഇനി നോക്കേണ്ടത്. ട്രെയിനൊക്കെ കുറവാണ് ഗൈസ്. ഇതാണ് നമ്മുടെ ട്രെയിനിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കേട്ടോ. പറ്റുന്നവരൊക്കെ പറ്റുന്ന രീതിയിൽ ക്ലീൻ ആക്കിയിട്ടുണ്ട്, നശിപ്പിച്ചിട്ടിട്ടുണ്ട്. നമുക്ക് ജനറൽ കമ്പാർട്ട്മെന്റ് പോയി നോക്കാം. ഇതിപ്പോൾ S7 ആണ്. അവിടെ ആൾക്കാരുണ്ട്. ഇത് S8 ആണ്. ഫുള്ള് കാലിയായി കേട്ടോ. ഇത് അത്യാവശ്യം ഈ ഒരു കമ്പാർട്ട്മെന്റ് അത്യാവശ്യം വൃത്തിയായിട്ടാണ് ഇരിക്കുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഈ ഒരു ട്രെയിൻ. വേണ്ട, നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ് ജനറൽ കമ്പാർട്ട്മെന്റിലോട്ട് പോകാനായിട്ട് പറ്റും. ജനറലിന്റെ മോശം നോക്കാം. സ്മെല്ലുണ്ട്, പക്ഷെ എന്നാലും കുഴപ്പമില്ലാത്തത്. ഇത് ഭയങ്കര സ്മെല്ല്. ഇതാണ് ഈ ട്രെയിനിലെ ജനറൽ കോച്ച് വരുന്നത്. എത്ര സുഖമില്ല എന്നാലും കൊള്ളാല്ലേ. ഇവിടെ ഞാൻ ഫോൺ വെക്കാനായിട്ടുള്ള ഹോൾട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെന്താ, ഓക്കെ, വെള്ളം കുപ്പി വെക്കാനായിട്ടുള്ളത് കൊടുത്തിട്ടില്ല. പിന്നെ ലൈറ്റിൻ്റെ ഫാൻ്റെ സ്വിച്ച്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. ഇവിടെയും ക്യാമറ ഉണ്ട്. കണ്ടോ, ഓവറോൾ ഒരു അടിപൊളി ട്രെയിനാണ് ഇത്. കിട്ടിയില്ല ട്രെയിനാട്ടോ. കാരണം ഇതുപോലൊരു ട്രെയിൻ നമുക്ക് അത്യാവശ്യമാണ്. നല്ല കിട്ടിയില്ല ട്രെയിനാണ്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ അമൃത് ഭാരതിൻ്റെ താമ്പരം ടു ട്രിവാൻഡ്രം സെൻട്രലിൽ ചെറിയൊരു വീഡിയോ. അടിപൊളി ട്രെയിനാണ്. എല്ലാ ഫെസിലിറ്റീസും മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ നോക്കിയിട്ട് മാക്സിമം അടിപൊളിയാക്കാൻ പറ്റിയിട്ടുണ്ട് ഈ ഒരു ട്രെയിൻ. എനിക്കൊരു നെഗറ്റീവ് തോന്നിയെന്ന് പറഞ്ഞാൽ നമ്മുടെ വാഷ് ബേസിൻ്റെ ആ ടാപ്പ് ഉണ്ടല്ലോ, അതിങ്ങനെ പൊക്കി ഉണ്ടാക്കുന്ന പഴയ ടാപ്പ്, അത് മാറ്റിയതെങ്കിൽ കൊള്ളാം എന്നെനിക്ക് തോന്നി. പിന്നെ മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ ക്ലീനിങ് ഇച്ചിരി മോശമാണ്. കാരണം പുറത്തൊന്നും ഗ്ലാസോ വണ്ടിയോ ഒന്നും വൃത്തിക്ക് ക്ലീൻ ചെയ്തിട്ടില്ല. പക്ഷേ ഉള്ളിൽ അവിടെ നിന്ന് എടുക്കുമ്പോൾ ക്ലീൻ ചെയ്തില്ലെങ്കിലും അകത്തുനിന്ന് ട്രെയിൻ വിട്ട് കഴിഞ്ഞ ആൾക്കാർ വന്ന് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഓവറോൾ നോക്കുകയാണെങ്കിൽ നല്ല കിടിലൻ ട്രെയിനാണ്. ഇതിന് AC കമ്പാർട്ട്മെൻ്റ് ഒന്നും ഇല്ല. 8 സ്ലീപ്പറും 11
ജനറൽ കമ്പാർട്ട്മെൻറ്റുമാണ് ഉള്ളത്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ കുഞ്ഞൊരു വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ മാക്സിമം വ്ളോഗ് എടുക്കാൻ നോക്കിയിട്ടുണ്ട്. ഹെൽത്ത് കുറച്ച് മോശമായതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തേക്കുന്നത്. ഇല്ല കുറച്ചുകൂടെ നന്നായിട്ട് ഞാൻ എടുത്തേനെ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സപ്പോർട്ടിൻ്റെ ആവശ്യമുണ്ട്. അതേപോലെ ഈ ഒരു ട്രെയിനിൽ ട്രാവൽ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രാവൽ ചെയ്ത് നോക്കുക. ട്രെയിൻ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ നമ്മുടെ അമൃത് ഭാരത് പോകുന്ന റൂട്ടിൽ പോകുന്നവരാണെങ്കിൽ ഈ ഒരു വണ്ടി എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക. അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ ബൈ.